അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. CM മടവൂർ വലി അദ്ദേഹത്തിൻ്റെ പേരിൽ ഫാത്തിഹ ഓതേണ്ട രീതിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ രീതിയിൽ ഫാത്തിഹ ഓതുകയാണെങ്കിൽ തീർച്ചയായും രക്ഷപ്പെടും. ഇതാരാണ് പറഞ്ഞു തന്നത്, എന്തിനാണ് ഈ രീതിയിൽ തന്നെ ഈ ഫാത്തിഹ ഓതണം എന്നതിനെക്കുറിച്ചൊക്കെ സവിസ്താരമായി ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. മഹാനായ CM വലിയുള്ള മടവൂർ CM വലിയുള്ള ആരാണ്? ഖുതുബുൽ ആലം, ലോകത്തിൻ്റെ ആത്മീയ കേന്ദ്രമായ റഈസുസ്സാഹിദീൻ, അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത് ജീവിതം സമർപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ സർവ്വരസങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് ജീവിക്കുന്ന സാഹിദീങ്ങളുടെ റഈസായ മിൻ മശാരിക്കിൽ അർളി ഇലാ മഗാരിബിഹ, ഭൂമിയുടെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഒരറ്റം മുതൽ മറ്ററ്റം വരെയുള്ള മശായിഖന്മാരിൽ പ്രസിദ്ധനായ അഷേഖ് മുഹമ്മദ് അബൂബക്കർ ഇബ്നു കുഞ്ഞി മാഹിൻ മുസ്ലിയാർ. കുഞ്ഞി മാഹിൻ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ മകനായ മുഹമ്മദ് അബൂബക്കർ ഖദ്ദസല്ലാഹു സിർറഹുമ, മഹാനവരുകളെ ഈ ഒരു പദവികളെ തൊട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിഷേധിക്കുന്ന ആളുകളെ നമുക്കൊക്കെ കാണാം. ഒരിക്കലും ഇത്തരത്തിലുള്ള പദവികളെ നിഷേധിക്കുന്നത് പാടില്ലാത്ത കാര്യമാണ്. 100 വർഷത്തിലൊരിക്കൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഖുതുബുൽ ആലം, ഖുതുബുൽ ആലം എന്ന് പറഞ്ഞാൽ ആരാണ് CM വലിയുള്ള മഹാനവരുകൾ റബീഉൽ അവ്വൽ 12 മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ ഒരു ദിവസം റബീഉൽ അവ്വൽ 12, മരണവും അത്ഭുതമാണല്ലോ. മഹാനവരുകളുടെ മരണം 63 വയസ്സിലാണ്. ഹിജ്റിയുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഷെയ്ഖുനാക്ക് 63 വയസ്സാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഫാത്തിഹ ഓതുമ്പോൾ ഈ ഒരു രീതിയിൽ ഓതണം. എങ്ങനെയാണ് ഫാത്തിഹ വിളിക്കേണ്ടത്, ഫാത്തിഹ വിളിക്കുന്ന രീതി, അതിൻ്റെ പ്രിയപ്പെട്ടവരെ ആ രീതിയിൽ തന്നെ വിളിക്കാൻ വേണ്ടി നിർദ്ദേശമുണ്ട്. ആ രീതിയിൽ ഫാത്തിഹ വിളിച്ചുകൊണ്ട് ഫാത്തിഹ ഓതണം. നമ്മുടെ ഫാത്തിഹ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇവിടെ അഷേഖ് മുഹമ്മദ് അബൂബക്കർ ഇബ്നു കുഞ്ഞി മാഹിൻ മുസ്ലിയാർ, 2 ആൾ, അതായത് ഉപ്പയുടെയും മകൻ്റെ പേര് പറയുന്നുണ്ട്. മടവൂരിലാം പോയാൽ 2 മഖബറ, മഹാനായ CM വലിയുള്ള മഹാനവരുകളുടെയും ഉപ്പയുടെയും മഖബറ നമുക്ക് കാണാൻ സാധിക്കും. മഹാനവരുകളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വർഷത്തിൻ്റെ ശേഷമാണല്ലോ നുബുവത്ത് കിട്ടുന്നത്. കൃത്യമായി മഹാനായ CM വലിയുള്ള അദ്ദേഹത്തിൻ്റെ പഠനം നാം പരിശോധിക്കുമ്പോൾ 40 വർഷത്തോളം നീണ്ടു നിന്ന, 30 വർഷം 33 വർഷത്തിലാണ് 100 കണക്കിന് ശിഷ്യന്മാർക്ക് ദർസ് തുടങ്ങുന്നത്. പിന്നെയും ഒരുപാട് മശായിഖന്മാർ പഠിക്കാൻ തുടങ്ങുന്നു. 40 വർഷം വരെ, 40 വർഷം ആകുമ്പോഴേക്കും ഈ വലിയ സ്ഥാനത്തിലേക്ക് മഹാനവരുകൾ എത്തി. ഇതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിന് ഒരുപാട് കാര്യങ്ങളും നമുക്കൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നാം ഒരാളുടെ മേൽ ഫാത്തിഹ ഓതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫാത്തിഹ ഓതിൻ്റെ രീതികളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് മഹാനവരുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് പറയാനുണ്ട്. കൊടുവള്ളി പുത്തൂർ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ ഹാജിയുടെ വീട്ടിലേക്ക് പോയൊരു സംഭവത്തെ നമുക്കറിയാമല്ലോ. അവിടെ പോയി നേരെ വീട്ടിൽ കയറിയ മഹാനവരുകൾ നേരെ ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഈ 100 വർഷത്തിനിടയിൽ ഇത്രയും വലിയ സ്ഥാനം ആർക്കും കൊടുത്തില്ല എന്നൊരു രീതിയിലൊരു പരാമർശം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ എന്തിനാണ് അറിയിക്കുന്നത്? ഔലിയാക്കളുടെ നാക്കിലൂടെ അറിയിക്കുന്നത്. നോക്കൂ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു, ഞാനൊരു
ഉണക്കിറച്ചി തിന്നുന്ന ഒരു സദാ ഉമ്മയുടെ മകനാണ് എന്ന്. എന്നാലും റസൂൽ വിനയത്തോടു കൂടി നടക്കും, വിനയത്തോടു കൂടിയാണ്. റസൂൽ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മുത്തായ റസൂൽ പറയും, നിങ്ങളെന്താണ് വിദേശികൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്? എന്നാലും സ്വഹാബത്ത് എഴുന്നേറ്റ് നിൽക്കും. റസൂൽ അങ്ങനെയൊക്കെ പറയുന്നത് റസൂൽ അഹങ്കാരമില്ലാത്ത വിനയത്തിൻ്റെ വാക്കാണ്. ഒരു പ്രഭാഷകൻ എഴുന്നേറ്റ് പറയാണ്, ഞാൻ പ്രസംഗിക്കാൻ അർഹനൊന്നുമല്ല, എന്നാലും ഞാൻ പ്രസംഗിക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹം വലിയ പ്രഭാഷണം ആ വേദിയിൽ വെച്ച് നടത്തുന്നു. തൻ്റെ വാക്ചാതുര്യം കൊണ്ട് മനുഷ്യ മനസ്സുകളെ ഹർഷാപുളകിതമാക്കി ആ പ്രഭാഷണത്തെ കോരിത്തിരിപ്പിച്ച് പ്രസംഗിക്കുന്നു. അദ്ദേഹം ആദ്യം പറഞ്ഞത് ഞാൻ പ്രസംഗിക്കാൻ അർഹനല്ല, എനിക്കറിയില്ല എന്ന രീതിയിൽ പറഞ്ഞു. പിന്നെ അദ്ദേഹം ആ പറയുന്ന വാക്കത് വിനയത്തിൻ്റെ വാക്കാണ്. പ്രസംഗമെല്ലാം കഴിഞ്ഞ് നന്ദിയുടെ വാക്ക് പറയുമല്ലോ. ആ സമയത്ത് ഒരാൾ എഴുന്നേറ്റ് പറയാണ്, പ്രസംഗിക്കാൻ അർഹതയില്ലാത്ത ഒരു വ്യക്തി പ്രസംഗിച്ചിട്ടുണ്ട്, അയാൾക്ക് നന്ദി അങ്ങനെ പറയാറുണ്ടോ? ഇല്ലല്ലോ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ഹദീസുകളെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് ഒരാൾ വിളിച്ചപ്പോൾ സയ്യിദ് ഞാനല്ല, സയ്യിദ് ഇബ്രാഹിമാണ്, അള്ളാഹുവാണ് എന്ന് പറഞ്ഞു. അള്ളാഹുവാണ് നേതാവെന്ന് പറഞ്ഞു. നാം സലാത്ത് പറയുന്നുണ്ട്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ എന്ന്. അല്ല, അവിടെ സയ്യിദി എൻ്റെ നേതാവേ എന്ന് വിളിക്കും. റസൂലിൻ്റെ മുമ്പിൽ വെച്ച് ഒരാൾ യാ സയ്യിദി എന്ന് വിളിച്ചപ്പോൾ ഞാനല്ല സയ്യിദ്, സയ്യിദ് അള്ളാഹു ആണെന്ന് പറഞ്ഞു. എന്നാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടയ്ക്കൽ ഒരാൾ അഷ്റഫുൽ സൃഷ്ടികൾ ശ്രേഷ്ഠരെ എന്ന് വിളിച്ചു. അപ്പോൾ പറഞ്ഞു, സൃഷ്ടികൾ ശ്രേഷ്ഠൻ ഞാനല്ല, അത് ഇബ്രാഹിം നബിയാണെന്ന് പറഞ്ഞു. അതെന്തിനാണ്? അത് വിനയത്തിൻ്റെ വാക്കാണ്. അഷ്റഫുൽ മഖ്ലൂക്കിൻ റസൂലാണ്. എന്നാൽ സ്വലാത്തുലയ്ക്ക് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? ഇല്ല. അന സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ, അന റഹ്മത്തുൽ ആലമീൻ എന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കാണാം. ലാ ഫഖ്റ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എനിക്കിതിൽ അഹങ്കാരമില്ല, അന സയ്യിദുൽ ആലമീൻ എന്നൊക്കെ നമുക്ക് കാണാം. എന്നാൽ ആ പറയുന്ന വാക്കുകളെല്ലാം വിനയമാണ്. എന്നാലും ഈ പറഞ്ഞ വാക്കും അഹങ്കാരമല്ല. റസൂൽ പറയുന്നു, ഞാൻ അഹങ്കാരത്തോടു കൂടിയല്ല ഇത് പറയുന്നത്, ഞാൻ സയ്യിദുൽ ആലമീനാന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ, റസൂൽ അഹങ്കാരത്തിൻ്റെ വാക്കല്ലേ? ഒരിക്കലും അല്ലല്ലോ. ലോകത്തെ പഠിപ്പിച്ചു കൊടുക്കൽ റസൂൽക്കത് ബാധ്യതയാണ്. അതാ അമ്പിയാക്കുള്ള തിരുവചനത്തിലൂടെ അത് നമ്മെ പഠിപ്പിച്ചാലല്ലേ നമുക്കറിയുകയുള്ളൂ ആരാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഔലിയാക്കളുടെ നാക്കിലൂടെ അവരുടെ സ്ഥാനങ്ങളെക്കുറിച്ച് ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പലയിടങ്ങളിൽ പറയും. നോക്കൂ, മഹാനായ CM വലിയുള്ള അദ്ദേഹത്തിൻ്റെ പേരിൽ ഫാത്തിഹ ഓതുമ്പോൾ ഈ ഒരു രീതി മാത്രം ഉപയോഗിക്കണം. ഇങ്ങനെ ഇലാ ഹളറത്തി റൂഹി ഖുതുബുൽ ആലം, ഇലാ ഹളറത്തി റൂഹ് ഖുതുബുൽ ആലം, ലോകത്തിൻ്റെ ആത്മീയ കേന്ദ്രമായ അദ്ദേഹത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ ഫാത്തിഹ എത്തിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് റഈസുസ്സാഹിദീൻ, സാഹിദീങ്ങളുടെ നേതാവായ, അള്ളാഹുവിന് വേണ്ടി എല്ലാം ത്യജിച്ച് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന സാഹിദീങ്ങളുടെ റഈസായ മിൻ മശാരിക്കിൽ അർളി ഇലാ മഗാരിബിഹ, ഭൂമിയുടെ കിഴക്കിൽ നിന്ന് പടിഞ്ഞാറിൽ പ്രസിദ്ധനായ അഷെയ്ഖ് മുഹമ്മദ് ഇബ്ന് അബൂബക്കർ ഇബ്ന് കുഞ്ഞ് മാഹിൻ മുസ്ലിയാർ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം മഹാനവറുകളുടെ പേരിൽ ഫാത്തിഹ ഓതേണ്ടത്. എന്തിനാണ് ഈ ഒരു രീതിയിൽ ഫാത്തിഹ ഓതണം? ഞാൻ ആ രീതി വിശാലമായി വിശദീകരിച്ച് പറയേണ്ട രീതി ഇങ്ങനെയാണ്. ഇലാ ഹളറത്ത് റൂഹി ഖുതുബുൽ ആലം റഈസുസ്സാഹിദീൻ മിൻ മശാരിക്കിൽ അർളി ഇലാ മഗാരിബിഹ അഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ ഇബ്ന് കുഞ്ഞ് മാഹിൻ മുസ്ലിയാർ എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിഹ അൽ ഫാത്തിഹ. അവിടെ പറയുമ്പോൾ ഖദ്ദസുല്ലാഹു സിർറഹുമ എന്ന് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിഹ ഓതണം. എന്ത് ഈ രീതിയിൽ ഫാത്തിഹ ഓതണം? ഇതിനെന്താ കാരണം? മഹാനായ CM വലിയുള്ള ഒരുപാട് മശായിഖന്മാരുടെ മേൽ ഇങ്ങനെ ഫാത്തിഹ ഓതും. ഓരോ മശായിഖന്മാരുടെ പേരെടുത്ത് ഇങ്ങനെ ഫാത്തിഹ ഓതും. ഏകദേശം ഒരു 200 മശായിഖന്മാർ ഇങ്ങനെ തുടരും. അവസാനം താൻ താമസിക്കുന്ന ഇടിയങ്ങര പടന്ന പള്ളിപ്പറമ്പ് മമ്മൂട്ടി മൂപ്പൻ, അവിടെ മൗലിദും ദിക്റുമൊക്കെ നടക്കുമല്ലോ, അവിടേക്ക് പോകും എല്ലാ വെള്ളിയാഴ്ച.
എന്നിട്ടോ ഈ ഫാത്തിഹയെ ചുരുക്കും. 21 മശായിഖന്മാരുടെ മേൽ ഫാത്തിഹ ഓതും. എന്നിട്ട് മഹാനവരുകൾ അവിടുത്തെ ഹാലിൽ പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ മശായിഖന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതുമ്പോൾ നിങ്ങൾ ഖുതുബുൽ ആലമിൻ്റെ പേരിൽ ഫാത്തിഹ ഓതണം. ഖുതുബുൽ ആലം എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൽ നിങ്ങൾ ഫാത്തിഹ ഓതണം. ഓതേണ്ടത് ഇങ്ങനെയാണ്: ഇലാ ഹദറത്തി ഖുതുബുൽ ആലം റഈസുസ്സാഹിദീൻ മിൻ മശാരിക്കിൽ അർദി ഇലാ മഗാരിബിഹ അഷ്ശൈഖ് മുഹമ്മദ് അബൂബക്കർ ഇബ്നു കുഞ്ഞ് മാഹിൻ മുസ്ലിയാർ ഖദ്ദസുല്ലാഹു സിർറഹും. ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ ഫാത്തിഹ ഓതണം. ഒരു ഫാത്തിഹ ഖുതുബുൽ ആലമിൻ്റെ പേരിലും നിങ്ങൾ ഓതണം എന്ന് മഹാനവരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നാം ഫാത്തിഹ ഓതണം. അങ്ങനെ ഫാത്തിഹ ഓതുമ്പോൾ, മഹാന്മാരുടെ ആ നിർദ്ദേശനം രീതിയിൽ ഓതുമ്പോൾ അതിൻ്റെതായ മഹത്വം വേറെയാണ്. മഹാന്മാരായ അംബിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, മഹാനായ ഖുതുബുൽ ആലം റഈസുസ്സാഹിദീൻ മിൻ മശാരിക്കിൽ അർദി ഇലാ മഗാരിബിഹ അഷ്ശൈഖ് മുഹമ്മദ് അബൂബക്കർ ഇബ്നു കുഞ്ഞ് മാഹിൻ മുസ്ലിയാർ, മഹാനവരുകളെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യം അല്ലാഹു സന്തോഷത്തിനും റാഹത്തിനുമാക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് ഒരു ഫാത്തിഹ മഹാനായ CM വലിയുൽ തങ്ങളുടെ പേരിൽ ഓതുക. തീർച്ചയായും വലിയ ഫലവും നമ്മുടെ ഒരുപാട് മുറാദുകളൊക്കെ ഹാസിലാകും. അള്ളാഹു മരിക്കുന്ന നേരം ഈമാനോടു കൂടിയുള്ള മരണം മഹാരഥന്മാരെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.